അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ക്യാൻഡിൽ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു ഉണങ്ങിയ ഒരു ചില്ല തന്നെ എടുക്കാം. ഞാനിവിടെ ഒരു ചില്ല എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിൽക്കുന്ന ഓരോ ഇലകളും വേണ്ടാത്തതാണ്. ആ ഇലകളെല്ലാം വെട്ടി മാറ്റുക എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇലകളെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷമുള്ള ചില്ലയാണ്. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ മെഴുകാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ മുറിച്ച മെഴുകുതിരികൾ നമുക്കൊരു ഗ്ലാസ്സിലിടുക. എന്നിട്ട് ആ ഗ്ലാസ് ചൂടാക്കുക. ചൂട് കൊണ്ട് അത് തന്നെത്താനെ ഉരുകിക്കോളും. അപ്പം ഈ ഉരുകി വന്നിട്ടുള്ള മെഴുകുതിരി നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൗളിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഇത്തിരി ഐസ് വാട്ടർ കൂടി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കൈകൾ ഐസ് വാട്ടറിൽ മുക്കുക, എന്നിട്ട് മെഴുകിലേക്ക് മുക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര പെറ്റലാണോ ആവശ്യം അത്രയും വിരലുകൾ ഉപയോഗിച്ച് മുക്കി ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഒരു പെറ്റലാണ് ആവശ്യമെങ്കിൽ ഒരു വിരൽ വച്ച് മുക്കിയാൽ മതി. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, അഥവാ 4 ആണെങ്കിൽ 4. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് ടൈമിങ്ങിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാകാം. ഞാൻ ചെയ്തപ്പോഴും ഏകദേശം ഒരു 5-6 ഇളകിപ്പോയിട്ടുണ്ട്. ടൈമിംഗ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇളകിപ്പോകാൻ ചാൻസ്. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അത് ശരിയായിക്കോളും. ഞാനിവിടെ ഐസ് വാട്ടർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മെഴുകായതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് കൈക്ക് പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാനിവിടെ ഓറഞ്ച് കളർ പൂ കിട്ടുന്നതിന് വേണ്ടിയാണ് ഓറഞ്ച് കളർ മെഴുകുതിരി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്രയോൺസ് ഉപയോഗിച്ച് മെഴുകിലേക്ക് പൊടിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഴുകിൻ്റെ നിറത്തിലേക്ക് ലഭിക്കുന്നതാണ്. മാക്സിമം അതായത് ഈ ബ്രാഞ്ചിൻ്റെ എല്ലാ സ്ഥലത്തും പൂക്കൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ കാണാൻ വളരെയേറെ ഭംഗി ഉണ്ടായിരിക്കും. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ സ്ഥലത്തും ഇതാ പെറ്റൽ വച്ചിട്ടുണ്ട്. നമ്മുടെ ചില്ല നിറയെ ഇപ്പോൾ പൂക്കളായിട്ടുണ്ട്.
അടുത്തതായി ഞാനിവിടെ ഒരു ബൗളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് നമുക്ക് കുറച്ച് കല്ല് പറക്കി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാൻഡിൽ ഫ്ലവറിനെ ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ പൂക്കൾ ഉണ്ടാക്കിയപ്പോൾ ഒട്ടിച്ചിട്ട് ഒട്ടാതെ ഇരുന്ന കുറച്ച് പെറ്റലുകളാണിത്. ഇത് നമുക്ക് നട്ടുവെച്ച അതിൻ്റെ മൂട്ടിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പൊഴിഞ്ഞു വീഴുന്ന പൂക്കളുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഗായ്സ്, നമ്മുടെ കാൻഡിൽ ഫ്ലവർ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഹാളിലൊക്കെ വയ്ക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുമാത്രമല്ല, നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതിയാകും.